കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM ഒരു വലിയ പ്രപഞ്ച രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. യുറീക്ക അഥവാ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ആർക്കിമിഡീസ് സിറാക്കൂസിലെ തെരുവിലൂടെ നഗ്നനായി ഓടിയതുപോലെ ഈ സത്യം കണ്ടുപിടിച്ചപ്പോ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പുറത്തിറങ്ങി ഓടിയില്ല എന്നേ ഉള്ളൂ. പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാല് കേരളത്തിലെ ജനങ്ങളുമായി പാർട്ടിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ വലിയ പോരായ്മ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഇത് AKG സെന്ററിലെ AC മുറിയിൽ കട്ടനും പരിപ്പുവടയും ഒക്കെ കഴിച്ചുകൊണ്ട് 2 ദിവസം ഇരുന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്ത് ആലോചിച്ച് വിഷയത്തിന്റെ മുടിനാരിഴ കീറി കണ്ടുപിടിച്ച സത്യമൊന്നുമല്ല. അവിടെ ഇപ്പൊ അങ്ങനെ സത്യങ്ങൾ കണ്ടുപിടിക്കാറില്ല. യഥാർത്ഥ വസ്തുതകൾ അവര് ഈ ചർച്ചയിലൂടെ കണ്ടെത്താറില്ല. കാരണം അവിടെ പിണറായി വിജയന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളെ പറ്റൂ. പിണറായി വിജയന് ഹിതകരമായ കാര്യങ്ങളെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ വസ്തുത എന്ന് പറഞ്ഞ് മാനവരോട് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ യഥാർത്ഥ സത്യങ്ങള് AKG സെന്ററിലെ ചർച്ചയിലൂടെ പുറത്തു വരില്ല. ഇവിടെ സംഭവിച്ചത് പാർട്ടി ഈയിടെ ഒരു ഗ്രഹസന്ദർശന പരിപാടി നടത്തി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, വൻ പരാജയം, പ്രതീക്ഷിക്കാത്ത തോൽവി സംഭവിച്ചു. അപ്പൊ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു. കാരണങ്ങൾ എന്താണെന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം ചർച്ച ചെയ്തവർക്ക് ഒരു സംശയം കൂടാതെ അറിയാവുന്ന വസ്തുതകൾ അതൊക്കെ. പക്ഷെ അത് പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാന കാര്യം ഈ ഗവൺമെന്റിനേതായിട്ട് വലിയൊരു ജനവികാരമുണ്ട് എന്നുള്ളതാണ്. അത് സമ്മതിക്കുമോ? അത് സമ്മതിച്ചാല് പിണറായി വിജയനെ കുറ്റം പറയുന്നതിന് തുല്യമാകും. പഴയ CPM അല്ലത്. ഇപ്പോ പിണറായി വിജയനെ അങ്ങനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ തെറ്റ് കണ്ടുപിടിക്കാനോ ഒന്നും ഈ പാർട്ടിക്ക് സാധ്യമല്ല. അതൊക്കെ പഴയ കാര്യമാണ്. ഇപ്പോൾ അതൊന്നും നടക്കില്ല. അതാ പറഞ്ഞത്, കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചെങ്കിലും അതിനൊരു പരിഹാരത്തിനായിട്ട് ഓരോ വീടുകളിലും പാർട്ടി പ്രവർത്തകർ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, പറ്റിപ്പോയ തെറ്റിനൊക്കെ സമസ്താപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക, ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തി. ആ പരിപാടിയിലാണ് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ പോരായ്മ സംഭവിച്ചിരിക്കുന്നുവെന്ന് പാർട്ടിക്ക് മനസ്സിലായത്. അതായത് മുഖതാവിൽ നിന്ന്, കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അവർ വോട്ട് ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിച്ചപ്പോഴേ മനസ്സിലായ കാര്യമാണ്. ഇപ്പോഴാ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു പഴയ ബന്ധമൊന്നും ഇല്ല എന്ന്. ഇത് പാർട്ടിയുടെ വാചകമാണ്. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് അയച്ച കത്തിലെ വാചകമാണ്. അതായത് ജനങ്ങളോടുള്ള നമ്മുടെ ബന്ധത്തിലെ പോരായ്മ മനസ്സിലാക്കുന്നതായിരുന്നു ഈ ഗ്രഹസന്ദർശന പരിപാടി എന്ന്. CPM ഒരു പ്രമേയം തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കുമ്പോഴോ പാർട്ടി നേതാക്കള് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴോ വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ആ പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് അത്രയൊന്നും പറയാറില്ല. ഒരു ഒതുക്കി അങ്ങ് പറഞ്ഞ് വിടത്തേ ഉള്ളൂ. ആ രീതി അനുസരിച്ച് ഇത് ഒതുക്കി ഒന്ന് പറഞ്ഞു വിട്ടതാ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ശരിക്ക്? ഈ വാചകത്തിന്റെ, ഈ കണ്ടെത്തലിന്റെ, ഈ കണ്ടുപിടിച്ച സത്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അതായത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ CPMനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അവരോട് താല്പര്യമില്ല, അവരിൽ വിശ്വാസമില്ല. ഇപ്പോഴത്തെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അവരിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ പ്രതിപത്തി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറഞ്ഞതല്ല, പാർട്ടി തന്നെ കീഴ്ഘടകങ്ങൾക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുക. അതും സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ കൂടിയപ്പോഴുണ്ടായ ഒരു നിഗമനമല്ല. ഇത് സാധാരണ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ സത്യമാണ്. ഈ ഗ്രഹസന്ദർശനത്തിന്റെ പ്രവർത്തകരെ, സഖാക്കളെ, കേഡർമാരെ അയച്ചത് തന്നെ വലിയ പരിശീലനവും കൊടുത്ത നിർദ്ദേശങ്ങളോട് കൂടിയാണ്. അവിടെ ചെന്ന് ആളുകളോട് തർക്കിക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒന്നും അവിടെ കാണിക്കരുത്, വളരെ മയത്തിൽ പെരുമാറണം, സൗഹൃദത്തോടുകൂടി വേണം അവരോട് സംസാരിക്കാൻ, വാതിൽക്കൽ നിന്നുകൊണ്ട് സംസാരിക്കരുത്, അകത്ത് കയറി ഇരുന്ന് വേണം സംസാരിക്കാൻ. അങ്ങനെയൊക്കെ പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരണം കിട്ടിയപ്പോഴേക്ക് ഈ പാർട്ടിയുടെ താഴെ ഘടകങ്ങളിലുള്ള സാധാരണ സഖാക്കളൊക്കെ വല്ലാത്തൊരു നിഗളിപ്പിലായിപ്പോയി. അവരെ സാധാരണ ജനങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത മറ്റേതോ ഒരു പ്രകൃതത്തിലേക്ക് അങ്ങ് മാറിപ്പോയി. അത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പഠിപ്പിച്ചാ വിട്ടത്, മര്യാദയ്ക്ക് പെരുമാറണം, സൗഹൃദത്തോടുകൂടി വേണം അവരോട് സംസാരിക്കാൻ എന്നൊക്കെ. ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മുടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ബേബി സഖാവ്, അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നിട്ട് എച്ചിൽ പാത്രം കഴിവ് പോലും ചെയ്തു. എന്നിട്ട് അതിന്റെ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ആളുകളുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവർക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് വീട് സന്ദർശനത്തിലെത്തിയ സഖാക്കളോട് അങ്ങ് പറഞ്ഞു. അതായത് ഈ ശബരിമല കേസ് ഉൾപ്പെടെ, ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിപ്രതിപത്തി ഉൾപ്പെടെ എല്ലാം തുറന്നങ്ങ് പറഞ്ഞു സഖാക്കളോട്. അങ്ങനെയാണ് അവരൊരു നിഗമനത്തിലെത്തിയത്, അല്ലെങ്കിൽ ഒരു സത്യം കണ്ടുപിടിച്ചത്. കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പോരായ്മ
സംഭവിച്ചിരിക്കുന്നുവെന്ന്. ഇത് പറയുമ്പോൾ എന്താ തോന്നുക? ഇത് ഇപ്പോഴാണ് പാർട്ടിക്ക് മനസ്സിലായതെന്നാണ്. പാർട്ടി ഇപ്പോഴേ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനങ്ങള്, പിണറായി വിജയന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാല് അരിയാഹാരം കഴിക്കുന്ന ആളുകള്, അവർക്കിത് പണ്ടേ മനസ്സിലായ കാര്യമാണ്. അതായത് പഴയ CPM ഒന്നും അല്ല ഇപ്പോ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത്. ആ പാർട്ടി വല്ലാതെ അങ്ങ് മാറിപ്പോയിരിക്കുന്നു. അത് അധ്വാന വർഗത്തിന്റെ പാർട്ടിയായിരുന്നു പണ്ട്. ഇപ്പോഴത് അങ്ങനെയല്ലെന്നേ. ഇത് വേറെയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയല്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല ഇന്നിപ്പോ CPM. അതുപോലെ പഴയ ഒരു വിനയം, എളിമ പാർട്ടി കേഡർമാർക്കുണ്ടായിരുന്നു. അതിപ്പോഴില്ലെന്നേ. അത് എന്നേ കൈമോശം വന്നിരിക്കുന്നു. ഇപ്പോഴേ പാർട്ടിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഫോർബ്സ് മാഗസിനില് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ ഏറ്റവും വലിയ ധനവാന്മാരായിട്ട് അറിയപ്പെടുന്ന, ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളാ, അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്പന്നരായ ആളുകളാ. ചെങ്ങാത്ത മുതലാളിത്തമാണ് ഇപ്പോൾ CPM-നുള്ളത്. അവർക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ്, മോദി സർക്കാർ അദാനിക്കും അംബാനിക്കും വേണ്ടി എങ്ങനെ നിൽക്കുന്നുവോ അതുതന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ സമ്പന്ന വർഗത്തോടുള്ള സമീപനത്തിൽ കാട്ടുന്നത്. അതുകൊണ്ട് ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയതാ, ഇത് ജനങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണ്. ഈ പാർട്ടിക്ക് ജനങ്ങളോട് ഉണ്ടായിരുന്ന പ്രതിബദ്ധത എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ പാർട്ടിയുമായുള്ള ബന്ധത്തിൽ അടുപ്പം ഉണ്ടാവുക? അതെങ്ങനെ സാധിക്കും? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കാണിച്ചു കൊടുത്തതാണ്. ഒരു സീറ്റാണ് CPM-ന് ലഭിച്ചത്, ഒരെണ്ണം BJP കൊണ്ടുപോയി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അവിടെയും പരാജയപ്പെട്ടു. എന്നിട്ട് പോലും ഈ പാർട്ടിയോ ഈ പാർട്ടി നയിക്കുന്ന സർക്കാരോ തരിമ്പും മാറുന്നില്ല. അവരുടെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും ധൂർത്തും അവർ കൈവിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പോരായ്മ സംഭവിച്ചു. അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കീഴ്ഘടകങ്ങൾക്ക് സർക്കാരോ കത്തോ അയച്ചാൽ അതുകൊണ്ട് ഈ പാർട്ടി രക്ഷപ്പെടും. അതായത് തുടരെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലായിട്ടും അത് ജനങ്ങളോട് സമ്മതിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള സർക്കാർ വിരുദ്ധ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് ശ്രമിക്കാനോ ഇതുവരെ ഈ പാർട്ടി തയ്യാറായിട്ടില്ല. എങ്ങനെ ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പാർട്ടിയും അതിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും. പറഞ്ഞല്ലോ, ഇതിന്റെ മുഖമുദ്രയായി മാറിയ ധിക്കാരവും അഹംഭാവവും ധൂർത്തെന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഈ രാജ്യത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. എന്നിട്ടിപ്പോ ഏറ്റവും അവസാനം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോഴേക്കും വളരെ ഉന്നതമായ തലത്തിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് PR വർക്കിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ വശങ്ങളിലും പിന്നിലുമൊക്കെ 10 കോടി രൂപ മുടക്കിയിട്ട് സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകൾ എഴുതി വെച്ചിരിക്കുക. KSRTCക്ക് ഇതുവഴി 10 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞ് മേനി അടിക്കണ്ട. സാധാരണ രീതിയിലുള്ള പരസ്യങ്ങൾ നൽകുകയായിരുന്നെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി തുക KSRTCക്ക് ലഭിക്കേണ്ടതാ. അതും ഉപയോഗിക്കുകയാണ് ഈ ഗവൺമെന്റിന് വേണ്ടി. കോൺക്ലേവുകള്, സെമിനാറുകള്. ഇനി 2-3 മാസം മാത്രമാണ് ഈ സർക്കാരിന് അവശേഷിക്കുന്നത്. ഇനി എത്ര സെമിനാർ നടത്തി, എത്ര കോൺക്ലേവുകൾ സംഘടിപ്പിച്ച്, എത്രയെത്ര വികസന ആശയങ്ങൾ തയ്യാറാക്കിയാലും അതൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം പോലും ഈ സർക്കാരിന്റെ മുമ്പിലില്ല. എന്നിട്ടാണ് കോടാനുകോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന യാത്രയും നവകേരള യാത്രയും വികസന യാത്രകളും ഒക്കെ നടത്തിയിട്ട് എന്ത് നേട്ടമാണ് ഈ സംസ്ഥാനത്തിനുണ്ടായത്? മുഖ്യമന്ത്രി എത്ര വിദേശ സഞ്ചാരങ്ങൾ നടത്തി? ഇതുപോലെ രാജ്യാന്തര യാത്രകൾ നടത്തിയൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ നരേന്ദ്രമോദിയുടെ അതേ രീതി എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? ഒരു സംസ്ഥാന സർക്കാരിന്റെ തലവൻ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ എന്ത് നിക്ഷേപം കൊണ്ടുവരാൻ, എന്ത് നിക്ഷേപം കൊണ്ടുവന്നു? ഓരോ സന്ദർശനത്തിന് ശേഷം വലിയ വായിൽ ഗീറുവണം അടിക്കുന്നതല്ലാതെ ഒരു നയാ പൈസ കേരളത്തിലേക്ക് വന്നോ? ദാവോസിൽ വ്യവസായ മന്ത്രിയും മറ്റും പോയി. അവിടെ പ്രധാനപ്പെട്ട സെഷനുകളിൽ അവർ പങ്കെടുത്തു പോലുമില്ല. 10 കോടിയേറെ രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് ഒരു ദാവോസ് യാത്രയ്ക്ക്. നമ്മളിവിടെ കടം വാങ്ങിച്ചു മുടിയുക, ഖജനാവിലെ പൂച്ച പെറ്റ് കിടക്കുക. കിഫ്ബി വഴി നമ്മൾ വാങ്ങിച്ച കടം മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത രീതിയിൽ കടം പെരുകിയിരിക്കുക. വരും തലമുറയാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ടത്. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ വിത്തുകുത്തി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കടം വാങ്ങിച്ച് ആർഭാട ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് ഇവരോടുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെടും? ഇതറിയാന് പാഴൂർ പടിപ്പരയിൽ പോയി കബഡി നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ പോരായ്മ സംഭവിച്ചു എന്നതിന് ഇന്നലത്തെ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റില് സച്ചിദാനന്ദൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഭരണം കുത്തകയായി മാറുന്തോറും അധികാരം ദുരധികാരമായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി എന്നതിന്
പശ്ചിമ ബംഗാളാണ് ഉദാഹരണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? അതിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ അകൽച്ച ഉണ്ടായി, അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ഒരു പ്രാധാന്യവും നൽകിയില്ല എന്നും പാർട്ടിയുടെ നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. ഇത് വലിയൊരു നേട്ടമാക്കി മാറ്റാവുന്ന കാമ്പയിൻ ആയിരുന്നു. പക്ഷേ പാർട്ടി പ്രവർത്തകര്, കീഴ്ഘടകങ്ങളിലെ സഖാക്കള് അതിന് തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് സഹകരിച്ചില്ല. തീരുമാനിച്ചതുപോലെ ഈ പദ്ധതി പൂർത്തിയാക്കാനും സാധിച്ചില്ല. അത്രയ്ക്ക് കുറ്റകരമായ അനാസ്ഥയാണ് പാർട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരെ എന്തിനാണ് കുറ്റം പറയുന്നത്? ഈ പാർട്ടിയുടെ നേതൃത്വം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നതൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പില് ഈ മുന്നണി തോൽക്കണമെന്നും തുടർഭരണം ഉണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ ശതമാനം ആളുകള് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്. കാരണം അവർ മടുത്തു ഈ ഗവൺമെന്റിനെ കൊണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. കീഴ്ഘടകങ്ങളുള്ള ചില ആളുകള്, ചില നേതാക്കളുടെ, പ്രാദേശിക നേതാക്കള് ഈ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സമ്പന്നരായിട്ടുണ്ടാവും. പക്ഷെ സാധാരണ സഖാക്കള് ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഒട്ടും തൃപ്തിയുള്ളവരല്ല. അവർ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ഗൃഹസന്ദർശനം, വീടുകൾ തോറും കയറിയിറങ്ങി നാണം കെടാവുന്നല്ലാതെ എന്തും നേട്ടമുണ്ടാകാനെന്ന് അവരെ ചിന്തിച്ചത്. അതിനെപ്പറ്റി പോലും സഖാക്കളുടെ നിസ്സഹകരണത്തെ പറ്റി ഈ സർക്കുലറിൽ വളരെ ആശങ്കയോടുകൂടിയാണ് വിവരിച്ചിരിക്കുന്നത്. പാർട്ടിയിലും പാർട്ടി നേതൃത്വത്തിലുള്ള വിശ്വാസം അണികൾക്ക് നഷ്ടപ്പെട്ടാൽ പാർട്ടി ഇടുന്ന പരിപാടികളിൽ അവരെ കിട്ടില്ല. പണ്ട് അങ്ങനെയല്ല. ഒരു സർക്കുലർ മതി, ഒരു കത്ത് മതി, പ്രവർത്തകര് തയ്യാറായി ഫീൽഡിൽ അണിനിരക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. സഹപ്രവർത്തകനായ ഒരു നേതാവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് അവിടെ വിളമ്പിയ മത്സ്യം ചൂരയായി പോയി എന്നതിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം കറി വെച്ചു തന്നില്ല, പൊരിച്ചു തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുന്ന നേതാക്കളാണ് ഈ പാർട്ടിക്കുള്ളതെങ്കിൽ എങ്ങനെ അണികള് അവരോട് കൂടെ നിൽക്കും? അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ആ പാർട്ടിയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടതാകും. ഈ കഥ പറഞ്ഞത് CPI-യിലെ സി ദിവാകരൻ തന്നെയാണ്. ഒരു LDF-ന്റെ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നു. ക്യാപ്റ്റൻ പിണറായി വിജയനാണ്, വൈസ് ക്യാപ്റ്റൻ സി ദിവാകരനാണ്. ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത് CPM-ന്റെ CITU-വിന്റെ സമുന്നത നേതാവായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ്. അവിടെ ഭക്ഷണം തയ്യാറാക്കിയത് പോലും പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ദിവാകരൻ പറയുന്നത്. ഇത് നമ്മളാരും കണ്ടതും കേട്ടതുമൊന്നുമല്ല, സി ദിവാകരൻ ഒപ്പമുണ്ടായിരുന്ന CPI നേതാവ് പറഞ്ഞതാണ്. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൽ താല്പര്യം കാണിക്കാതിരുന്നതിന്റെ കാരണം ആനന്ദൻ അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ കഴിക്കാൻ ചെന്നു. അപ്പോൾ അവിടെ മത്സ്യക്കറി വിളമ്പുന്നു. തൊട്ടു നോക്കിയിട്ട് അദ്ദേഹം സി ദിവാകരനോട് ചോദിച്ചത് എന്ത് മത്സ്യമാണെന്ന്. അപ്പോൾ സി ദിവാകരൻ പറഞ്ഞത് ചൂരയാണെന്ന്. ചൂര നമ്മുടെ സഖാവിന് ഇഷ്ടപ്പെട്ട മത്സ്യമല്ല. അവരൊറ്റ കാരണത്താൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. സി ദിവാകരൻ പറഞ്ഞുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. കാരണം കൂടെ ഉണ്ടായിരുന്ന ആളാ. ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനാ. പിറ്റേന്ന് ഉച്ചയ്ക്ക് പാറശാലയില് അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശന്റെ വീട്ടിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. അപ്പൊ സത്യനേശൻ സി ദിവാകരനോട് ചോദിച്ചു, സഖാവ് എന്ത് ചെയ്യണം ഇനി? അപ്പൊ ദിവാകരൻ ഉപദേശിച്ചു, രാവിലെ പാളയത്ത് മാർക്കറ്റിൽ ചെന്ന് നല്ല ഒന്നാം തരം ഒരു നെയ്മീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് സഖാവിന് കൊടുക്കാൻ. സത്യനേശൻ അങ്ങനെ ചെയ്തു. നേതാവ് ഹാപ്പി ആവുകയും ചെയ്തു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പറഞ്ഞാൽ ഇത് സി ദിവാകരനെ പോലെ വളരെ മുതിർന്ന സീനിയറായിട്ടുള്ളൊരു നേതാവ് തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇവിടെ സി ദിവാകരനെ തിരുത്താൻ വേണ്ടി ശിവൻകുട്ടി മന്ത്രിയും ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവാനന്ദനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് അവർ തമ്മിൽ തീർക്കട്ടെ, നമുക്കറിയേണ്ട കാര്യമില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ സഹപ്രവർത്തകരോട് പെരുമാറുന്നതെങ്കിൽ താഴോട്ടുള്ള സഖാക്കളോട് എങ്ങനെയായിരിക്കും? അവ സാധാരണ ജനങ്ങളോട് എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പാർട്ടിയോടുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെട്ടതാകും, നല്ലതാകും? എന്തായാലും ഈ പാർട്ടിയുടെ ജനങ്ങൾക്കുള്ള മനോഭാവം എന്താണെന്ന് നേതൃത്വം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നന്നായി. പക്ഷെ ഇത് മെച്ചപ്പെടുത്താൻ, പഴയ ആ അടുപ്പമുള്ള ബന്ധം തിരിച്ചു കിട്ടാൻ വളരെയേറെ അധ്വാനിക്കേണ്ടി വരും. അപ്പോഴേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.